എൻ്റെ അമ്മ പോലീസ് എടുക്കാനാടാ. പോവാടാ, പോവാ. സെറ്റ്. പേടിയാണ്, അതിന് പേടിയാ. നീ മുന്നേ പോക്കണ്ട, പോകോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹോളിഡേ ടോക്ക്. സോ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ചെറിയ പരിപാടി. ഇവിടുന്ന് ഉടുപ്പി വരാൻ പോവാണ്. ഉടുപ്പി എൻ്റെ പരിപാടി എന്ന് ചോദിച്ചാൽ നമ്മളൊരു എൻട്രൻസ് PG കോഴ്സിന് PG ചെയ്യാൻ വേണ്ടി എൻട്രൻസ് എഴുതാൻ പോവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന സെൻറ്റർ എന്ന് പറയുന്നത് ഉടുപ്പിയിലാണ്. ഈ പ്രാവശ്യം മംഗലാപുരത്തെ സെൻറ്റർ ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ഉടുപ്പിയിൽ നമുക്ക് സെൻറ്റർ ഉള്ളൂ. അങ്ങനെ ഉടുപ്പി വരാൻ പോവാണ്. ഇവിടുന്ന് ഒരു 110 ഉള്ളിലുണ്ട്, 110 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഇങ്ങനെ നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. എൻ്റെ ബൈക്കിലല്ല, നമ്മുടെ സെബാൻ മച്ചാൻ്റെ ഡ്യൂക്കിലാണ് നമ്മൾ ഇന്ന് ഉടുപ്പി വരാൻ പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് മുന്നേ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വൈബ് സ്ഥലമാണ്. ഫുള്ള് ചെളി എന്ന് വെച്ചാൽ ഫുള്ള് ചെളി. ഇപ്പോൾ കുറേയൊക്കെ സെറ്റായിട്ടുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ ഫുള്ള് ഓഫ് റോഡ് അടിക്കണമെങ്കിൽ ഒരിടത്തും പോകണ്ട, ഇവിടെ വന്നാൽ മതി. അമ്മാതിരി വൈബ് സ്ഥലമായിരുന്നു. ഇപ്പോൾ ഏതാണ്ടൊക്കെ കുറേയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്ന മണ്ണൊക്കില്ലേ, അതെല്ലാം ഇവിടുന്ന് റോട്ടിൽ നിന്ന് കോരി മാറ്റിയേക്കുന്നതാണ്. ഓഫ് റോഡൊക്കെ വൈബായിട്ട് അടിക്കേണ്ടവർക്ക് വൈബായിരുന്നു. ചേട്ടാ ബാക്കിയായോ? ചെറിയ കാറുകൾക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഇച്ചിരി സീനാണ്. ബൈക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു ഇതിലങ്ങ് താളത്തിലങ്ങ് പോവാം, സീനൊന്നുമില്ല. നല്ല ചെളിയാവും, വണ്ടി ഫുള്ള് നാശമാവും. പിന്നെ പ്രത്യേകിച്ച് ഈ ചെളിയൊക്കെ ഉള്ളിടത്ത് അപ്പുറത്ത് വലിയ വണ്ടിക്കാർ വരും. അവർക്കൊരു മര്യാദ ഇല്ലാത്ത ചെളി കർപ്പിക്കലുണ്ടോ ഇടയ്ക്ക്. അതുകൊണ്ട് ഞാൻ ഫുള്ള് സെറ്റാണ്. നല്ല റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കണേ, മഴയില്ലേലും. പോരാത്തതിന് ടയർ ബാക്ക് വീല്, നമ്മുടെ റിയർ വീല് ഫുള്ള് തീർന്നിരിക്കുകയാണ്. ടയർ മാറ്റാൻ പോയപ്പോൾ ടയറില്ല. മിച്ചലിൻ്റെ ടയറാണ്. എന്നിട്ട് മിച്ചലിൻ്റെ ടയർ ഓർഡറാക്കിയിട്ടുണ്ടായി. ഇനിയിപ്പം നാളെ എങ്ങാനും പോയി ടയർ ഇടിപ്പിക്കണം. അതൊരു പരിപാടിയുണ്ട്. ടയർ ഇടാത്തത് കൊണ്ട് ഒരു ധൈര്യക്കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് മിന്നിക്കാരൊന്നും തരില്ല, മിന്നിക്കാരൊന്നും. ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് അവനെ വിളിക്കട്ടെ. എവിടെ എന്താണെന്ന് അറിഞ്ഞുകൂടെ. ഇത് ഫോണുണ്ടോ? ആ ഫോണുണ്ട്. എവിടെയാണോ എന്തോ, സൈഡാക്കട്ടെ. എവിടെയാ? ആ ഞാൻ എത്തി. ഞാൻ പമ്പിന്റെ ഇപ്പറന്ന് ഇപ്പോൾ ഉണ്ട്, ഓപ്പോസിറ്റ്. ആ വാ വാ. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. വീട്ടിലാണ് ഇപ്പോൾ. ഒരു വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതാണ് വണ്ടിയുടെ ലുക്ക്. ഇപ്പോൾ കാണാവോ? സ്ക്രീനിൽ കാണാവോ? കാണത്തില്ലാന്ന് തോന്നുന്നല്ലേ. കാണിച്ചു തരാം. ഇതോ എൻ്റെ പൊന്നോ, എന്ത് ചെളിയെന്ന് നോക്ക്. ഫുൾ ചെളി, ഫുള്ള് ചെളി. ഇത് കണ്ടോ? ഇതാണ് വണ്ടിയുടെ ലുക്ക്. അവിടെ മോനെ ഏത് കോലത്തിലായിട്ടുണ്ട്. ചെളി, ജാതി ചെളി. വൈബ്. ഇതിന് ഞാൻ കൊണ്ടേ കഴുകണമല്ലോ. വീട്ടിൽ പോയിരുന്ന് കഴുകാം. ടയറുണ്ടോ ഗൈസ്? ടയറൊന്നും ഇല്ല, തീർന്നു. കുറച്ച് വരേ ഉള്ളൂ. ഇവിടെയൊക്കെ ഫുള്ള് തീർന്നു. ചെക്കൻ ഗൈസ്.
വണ്ടിയിലല്ലേ പറഞ്ഞു എന്താ CCTV പ്രൊട്ടക്ഷനോട് കൂടി പാർക്കിങ്ങോ? അല്ല എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ മതി. ആ പോ. എൻ്റെ മോന് ലോക്കിട്ട് വെച്ചേക്കാം. എന്നത് ആ പോട്ടെ. മാറ്റണ വരെ മിച്ചലിൻ ഇടാനുള്ള മിച്ചലിൻ ഫ്രണ്ടിൽ മിച്ചലിൻ ഇട്ട് അതവിടെ ചെല്ലുമ്പോൾ എടുക്കാം. അല്ലെങ്കിൽ പോണ വഴിക്ക് എവിടെയെങ്കിലും കിട്ടും, അവിടെ നമുക്ക് എടുക്കാം. $550 മതി എന്നല്ല പറഞ്ഞു. ബാഗ് എടുത്തില്ല. എന്റെ പൊന്നോ, ഇത് നിനക്ക് നല്ലോണ്ടാ, കാണാൻ നല്ലോണ്ടാ. നിക്ക് ഇപ്പൊ സെറ്റാണ്. നോക്കി സോക്ക് 2 എണ്ണം സെറ്റ്. ചുമപ്പ് നീല. അങ്ങനെ നമ്മൾ കോട്ട് എടുത്ത് 2 ഇരട്ടകളെ പോലെ സെയിം കോട്ട് എടുത്തിട്ടുണ്ട്. സെയിം കാറ് വരുന്നടാ. ഗായ്സ്, അപ്പം നമ്മൾ ഉച്ചയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കിയിട്ട് എക്സാമിന് ടൈമായിരുന്നു. അങ്ങനെ പോയി. ക്യാമറയ്ക്ക് ചാർജ് ഇല്ലാത്ത കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എക്സാംസ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വണ്ടിയൊക്കെ എടുത്തു. തിരിച്ച് ക്യാമറ ചാർജൊക്കെ ആക്കി സെറ്റാക്കിയിട്ട് ഇറങ്ങി. അപ്പോൾ തിരിച്ചിനി വീട്ടിലേക്ക് പോകും. അപ്പം വീട്ടിലേക്ക് പോകണ വഴിക്കത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. എന്നാ നല്ല ഉണ്ടല്ലേ, പോവാം. പള്ളി സെറ്റുണ്ട്, പക്ഷെ ഒറ്റ മനുഷ്യനെ കാണില്ല. പള്ളി വിഷയം ഇത് നമ്മുടെ പള്ളി ആയിരിക്കുമല്ലോ, കൊങ്ങണി പള്ളി ആയിരിക്കും അല്ലേടാ? അല്ല, നമുക്ക് മൂടുവിതര പള്ളിയുള്ള കാര്യം. ആ നമ്മുടെ ഇതിന്റെ അല്ല, മലയാളികളുടെ അല്ല. അപ്പൊ എന്തായാലും ഇവിടെ കയറാം. ഇവിടെ ചെരുപ്പിടാവോ? ದಯವಿಟ್ಟು ಇಲ್ಲಿ ಮೇಣದ ಬತ್ತಿಗಳನ್ನು ಉರಿಸಬಾರದಾಗಿ ವಿನಂತಿ. ഓക്കെ, അതിനവിടെ സ്ഥലം ഉണ്ടല്ലോ. ചെരുപ്പിട്ട് കയറാമെന്ന് അറിയില്ല മാരെ, അവന് ചെരുപ്പിട്ട് കയറുന്നില്ല. അതാരല്ല ആവട്ടെ, ഇനി പിന്നെ മലയാളി നോക്കാൻ വന്നായിരിക്കും ആരാന്ന്. ഓ, അത്യാവശ്യം ചാർജ് ഉണ്ട് മാരെ. പോവാടാ, പോവാ. സെറ്റ്. ഫോട്ടോ എടുത്ത അവന്റെ. ഓക്കെ,
നേരത്തെ ചാർജ് ഇരുന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ലെറ്റ്സ് ഗോ. ഏത്? ആ, നമ്പറില്ലായിരുന്നു അവൻ്റെ കയ്യിലേ? അവൻ്റെ കയ്യിലേ? ഓക്കോ. ആ, 2 സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അത് അപ്ലോഡ് ആയില്ലോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ വലിപ്പിച്ചേ ഇല്ല മേലെ. എന്നിട്ട് നീ മേടിച്ചു പോയോ? ഫസ്റ്റ് സെക്കൻഡിലോട്ട് ഇട്ടപ്പോഴാണ് നീ പുറകോട്ട് വലിഞ്ഞു പോയേ. ആർക്കറിയാം. അതല്ല ഞാൻ നിന്നോട് നേരത്തെ ചോദിച്ചേ, നീ അത്ര ലൂസാക്കി ഇട്ടേക്കോണോന്ന്. ശരിക്കും ചെയിൻ എങ്ങനെയാണെന്നറിയോ? ആ, അങ്ങനെ ടൈറ്റ് ആക്കിയാ വെക്കണ്ടേ ശരിക്കും. എടാ, അത്ര ഹൈറ്റിൽ വെച്ചാൽ നീ തെന്നി പുറകെ പോടാ. അതെടുത്തത് ഇവിടെ ഗ്യാപ്പിൽ വെക്ക്. ഏതിനകത്ത്? ഏത് സ്റ്റോറിക്കകത്ത്? ആ, അത് തന്നെ. എടാ, അത് വൈഫൈയിലല്ലല്ലോ അപ്ലോഡ് ചെയ്ത്, മൊബൈൽ ഡാറ്റയിലല്ലേ, ക്ലാരിറ്റി കുറയും. ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് ബെൽത്തങ്ങാടി എത്തി. അവൻ പോയി. അവൻ്റെ വണ്ടി ഒന്ന് വാഷ്, ഫുള്ള് അലമ്പായിരുന്നു. വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോയി തിരിച്ച്. അപ്പം ഞാൻ എൻ്റെ വണ്ടി എടുത്തു പോന്നു. ഫുള്ള് ഇന്നത്തെ വ്ളോഗൊന്നും സെറ്റായില്ല അത്രയ്ക്കും. എന്നുവെച്ചാൽ ഫുള്ള് മഴയായിരുന്നു. പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ടൈമും കിട്ടിയില്ല. അങ്ങനെ നല്ല നല്ല വ്യൂസ് ഒന്നും കിട്ടിയില്ല. എന്നുവെച്ചാൽ ഫുള്ള് മഴയായിരുന്നതുകൊണ്ട് തന്നെ. പിന്നെ എക്സാമിന് പോയപ്പോഴാണെങ്കിലും അവിടെ എത്തിയപ്പോഴത്തേനും കറക്റ്റ് ടൈമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ ഗ്യാപ്പൊന്നും കിട്ടിയില്ല. ഓടിച്ച വേഗം കയറി എഴുതി പോന്നു. അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ക്യാമറ ഇതധികം ചാർജ് നിൽക്കത്തില്ലല്ലോ. ഇൻസ്റ്റാ 360യുടെ കാര്യം അറിയാമല്ലോ, ഒരു അരമണിക്കൂർ മാക്സിമം കിട്ടുള്ളൂ. അത് ഈ അഡ്ജസ്റ്റ് ആക്കിയാണ് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ ചാർജൊക്കെ ചെയ്തിട്ട് എക്സാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ എടുത്തത്. ഒരു തരത്തിലൊരു ഹോട്ടലിലൊക്കെ വെച്ചാണ് ചാർജ് ചെയ്ത് സെറ്റാക്കി എടുത്തത്.
അങ്ങനെ തിരിച്ച് നമ്മൾ ആ വെളുത്തങ്ങാടിയിൽ നിന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റാക്കിയിട്ട് പോകണം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ലൈറ്റ് ഫുഡ് കഴിച്ചു. ചോറ് വീട്ടിൽ പോയി കഴിക്കാൻ ഓർത്തു. അങ്ങനെ പോരുകയാണ്. അപ്പോൾ വണ്ടിയിൽ കുറച്ച് പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോവാം. അപ്പോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാം. വണ്ടിയുണ്ടോ? വണ്ടിയുണ്ട്. വണ്ടിയില്ല. പോവാം. പമ്പ് അടച്ചോ? ഇല്ല, ഓപ്പൺ ഉണ്ട്. ಇನ್ನೂರಿಪ್ಪತ್ತು. അടിച്ചോ? അപ്പോൾ പെട്രോൾ അടിച്ചു. ഇനി ഒറ്റ പോക്ക് വീട്ടിലേക്ക്. ഒരു 15 കിലോമീറ്റർ ഒറ്റപ്പെടുത്തം. പക്ഷെ റോഡ് ഫുള്ള് ഷോക്കാണ്. രാവിലെ കണ്ടായിരുന്നല്ലോ വന്ന വഴി, അതേ വഴി. അങ്ങനെ തിരിച്ച് വീടെത്താറായിരിക്കാം. നല്ലോണം മടുത്തു. മഴയൊക്കെ ആയത് കാരണം ഒരു ഫ്ലോ ഇല്ല റൈഡിന്. എന്നാലും സെറ്റായി. വൈബായി എന്തായാലും. കുറേ നാള് വെറുതെ വീട്ടിൽ ഇരുന്ന് ഭ്രാന്ത് പിടിച്ചിരുന്നോണ്ട് ഇങ്ങനെ റൈഡൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് സെറ്റാവും. പിന്നെ കുറച്ച് പവറാണ്. കുറച്ച് നാളത്തെ ഒരാഴ്ചക്ക് തന്നെ. പിന്നെ ഒരു റൈഡൊക്കെ പോയാൽ ഒരാഴ്ചക്ക് തന്നെ ഉള്ള അത്യാവശ്യം കുഴപ്പമില്ല. വലിയ സീനില്ലാണ്ട് അങ്ങനെ അങ്ങ് പൊക്കോളും. വലിയ ഒരുമാതിരി ഫീലൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഒരുമാതിരി എന്നാ ബോറടിച്ച മാതിരി എന്നാ ചെയ്യണ്ടെന്നുള്ളൊരു ആ ഒരു ടൈപ്പ് സിറ്റിംഗ് ആയിരിക്കും വീട്ടിൽ. ഗൈസ്, ഇപ്പം നമ്മൾ നമ്മുടെ സുജൻ്റെ വീടെത്താറായി. ഇവിടെ ഇടിഞ്ഞിട്ടുണ്ടല്ലോ കല്ലൊക്കെ. ടാസ്ക് മാൻ. അവൻ്റെ വീടെത്താറായിട്ടുണ്ട്. അവൻ്റെ വീടെത്തി. ഏടാ മോനെ, പിന്നെ നടുവേന എടുക്കൂടാ, കുണ്ടിവേന എടുക്കും, എല്ലാം വേന എടുക്കും. വാ പോവും 9 മണി 9:00 അല്ല ഇവിടെ വന്നിട്ട് പോടാ, ഇതിലാ പോടാ. പ്രാന്താ, പേടിത്തൂറ. പേടിയാണ്. അതിന് പേടിയാ. നീ മുന്നേ പോക്കന്താ പോകോ. ശരിടാ, ബൈ. ആ അവിടെ പണ്ട് ഒരാൾ ചത്ത സ്ഥലമുണ്ട്. ഒന്നല്ല, 2-3 പേരൊക്കെ. ആ വഴിയാണ് ഞങ്ങളിപ്പോൾ പോണത്. തിരിച്ചൊരു ഇവനെ വീട്ടിൽ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ സ്ഥിരം വഴിയെ പോണേലും അടുത്താണ് ഇപ്പോൾ ഷോർട്ട് കട്ട്. ഇല്ലേ പോനവന് പേടിയാ. അതാണ് ഈ തിരിച്ചു പോവാന്ന് പറയണേ. അപ്പം നമുക്ക് ഇന്ന് അതിലേ തന്നെ പോവാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ഹോളിഡേ ടോക്ക്.